പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, എഫേസോസ് 2:1 തിരുവചനം പറയുന്നു, അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അപ്പോൾ പാപാന്തകാരത്തിൽ കഴിഞ്ഞിരുന്ന നമ്മെ യേശുവാണ് രക്ഷിച്ചത്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ച നമ്മെ യേശുവിൻ്റെ കുരിശിലെ ബലി വഴിയായി രക്ഷിച്ചു. നമ്മെ രക്ഷിക്കുവാനായി പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. യേശുവിൻ്റെ കുരിശിലെ ബലിയാണ് നമുക്ക് രക്ഷ പ്രദാനം ചെയ്തത്. യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അത് നാം വീണ്ടും പാപത്തിൽ ജീവിക്കാതെ ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്. യേശു തൻ്റെ രക്ഷാകര പ്രവൃത്തി കുരിശിലാണ് പൂർത്തിയാക്കിക്കൊണ്ട് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. കുരിശ് കാൽവരിയിൽ ദൈവത്താൽ പുകഴ്ത്തപ്പെട്ടു. അങ്ങനെ കുരിശ് രക്ഷയുടെ അടയാളമായി മാറി. കുരിശാണ് നമ്മുടെ രക്ഷ, കുരിശിലാണ് നമ്മുടെ രക്ഷ. അതിനാൽ കുരിശിനെ നമുക്ക് പുകഴ്ത്താം. യേശുവിൻ്റെ കുരിശിലെ ബലി മനുഷ്യന് വീണ്ടും ജന്മം നൽകി. 1 കൊറിന്ത്യർ 1:18 തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. യേശു നേടിത്തന്ന രക്ഷ നാം സ്വന്തമാക്കുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ നമുക്കായി ജീവൻ ബലിയർപ്പിച്ച യേശുവിനെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണോ നാം ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്? അത് മനസ്സിലാക്കാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം നോക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയും അഹങ്കാരവും സ്വാർത്ഥമോഹങ്ങളുമൊക്കെ ആണ് നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുന്നതെങ്കിൽ നാം യേശുവിനെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുരിശിലെ ബലി വഴിയായി യേശു നേടിത്തന്ന രക്ഷ നമുക്ക് സ്വന്തമാക്കാനും കഴിയാതെ വരുന്നുണ്ട്. യേശു പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ പാലിക്കും എന്ന്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനാണ് യേശു പറഞ്ഞിട്ടുള്ളത്. പറയുക മാത്രമല്ല ചെയ്തത്, നമ്മോട് ആത്മാർത്ഥമായി ക്ഷമിക്കുകയും നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എഫേസോസ് 4:22 വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ എന്നാണ്. ഹൃദയ വിശുദ്ധി വരുത്തി നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച യേശുവിന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.